إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد പ്രിയമുള്ള വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം കഴിവിൻ്റെ പരമാവധി കാത്തുസൂക്ഷിക്കാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ റബ്ബ് യഥാർത്ഥ വിശ്വാസികളായി, മുത്തഖികളായി, മുഖ്ലിസുകളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് ജൂൺ മാസം 5-ാം തീയതിയാണ്. ലോക പരിസ്ഥിതി ദിനമെന്ന പേരിൽ ആഗോളാടിസ്ഥാനത്തിൽ തന്നെ ആചരിക്കപ്പെടുന്ന ഒരു ദിവസം. ഏതാണ്ട് 1972 മുതൽ ഇങ്ങനെ ഒരു ദിവസം ആചരിക്കപ്പെട്ടു വരികയാണ്. പരിസ്ഥിതി എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന, ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവൻ്റെ ചുറ്റുപാട് ധാരാളം ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ലോകം. അതാണ് പരിസ്ഥിതി എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇവിടെ നാം കാണുന്ന സസ്യലതാദികളും പക്ഷികളും മൃഗങ്ങളും തുടങ്ങി എല്ലാം ഈ പരിസ്ഥിതിയുടെ ഭാഗമാണ്. പരിസ്ഥിതിയോട് മനുഷ്യൻ സ്വീകരിക്കേണ്ട നിലപാടുകൾ അത് തീവ്രതയുള്ളതാവാൻ പാടില്ല എന്നതും, അതുപോലെ ആവശ്യത്തിലധികം അല്ലെങ്കിൽ അമിതമായി
അതിലെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതും രണ്ടും പാടില്ലാത്തതാണ്. അത് ഈ പ്രകൃതിയോട് ചെയ്യുന്ന, പരിസ്ഥിതിയോട് ചെയ്യുന്ന ദ്രോഹമാണ് എന്നതാണ് വസ്തുത. ഈ വിഷയത്തിലൊരു മുസ്ലിമിൻ്റെ നിലപാട്, വിശ്വാസി എന്നുള്ള നിലയ്ക്ക്, ഇസ്ലാമിക സമൂഹം എന്ന നിലയ്ക്ക് പൊതുസമൂഹത്തിനില്ലാത്ത, അല്ലെങ്കിൽ ഇവിടെയുള്ള ഇതര മനുഷ്യർക്കൊന്നുമില്ലാത്ത ചില പ്രത്യേകമായ സമീപനം വച്ചു പുലർത്തേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. കാരണം പരിസ്ഥിതിയോടുള്ള സമീപനം എന്നത് അത് മതത്തിൻ്റെ ഭാഗമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഒരാളുടെ ഈമാനും ഇസ്ലാമുമൊക്കെ പൂർണ്ണമാവുന്നത് അത് ഈ ഒരു വിഷയത്തിലുള്ള നിലപാടുകൾ കൂടി പരിഗണിച്ചിട്ടാണ് എന്നതാണ് മതം പഠിപ്പിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്ന ഓരോ കാര്യങ്ങളും അത് അള്ളാഹു ഒരു വ്യവസ്ഥ പ്രകാരം നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതിനൊക്കെ ഒരു ക്രമമുണ്ട്. ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇന്ന ഖലഖനാ കുല്ല ഷൈഇൻ ഇന്നാ കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ. ഓരോ വസ്തുക്കളെയും നാം പടച്ചിട്ടുള്ളത് അതൊരു ക്രമം അനുസരിച്ചാണ്. ഖദർ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു കണക്കുണ്ട്, ഒരു തോതുണ്ട്. ഓരോന്നിനും അതിൻ്റേതായ ചില കാര്യങ്ങൾ അല്ലാഹു തആല അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അതിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ ക്രമത്തിന് ഭംഗം വരുത്താൻ പാടില്ല. ആ താളക്രമം നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ പരിണിത ഫലമെന്ന് പറയുന്നത് വലിയ ഗുരുതരമാണ്. ഇവിടെ മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് അതുവഴി ജീവിക്കാൻ പ്രയാസമുണ്ടായിത്തീരും. അതുകൊണ്ട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, വലാ തുഫ്സിദു ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്. ബഅദ ഇസ്ലാഹിഹ, അല്ലാഹു തആല അത് വളരെ കൃത്യമായി ചിട്ടയായി നല്ല രൂപത്തിൽ സംവിധാനിച്ച് നിങ്ങളെ ഏൽപ്പിച്ചതിന് ശേഷം നിങ്ങളായിട്ട് കുഴപ്പങ്ങളുണ്ടാക്കരുത്, അതിൽ ഫസാദ് ഉണ്ടാക്കരുത്, അതിൻ്റെ ക്രമം തെറ്റിക്കരുത് എന്നൊക്കെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ സംഭവിച്ചാൽ അതിലൂടെ പ്രശ്നങ്ങളുണ്ടാകും എന്നും അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി. ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്. ഈ പ്രപഞ്ചത്തിൽ കരയിലും കടലിലുമൊക്കെ ചില പ്രശ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ബിമാ കസബത് ഐദിന്നാസ്, അത് ജനങ്ങളുടെ പ്രവർത്തന ഫലമാണ്. ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ ചെയ്തു കൂട്ടിയതിൻ്റെ അനന്തര ഫലമാണ് കരയിലും കടലിലും പ്രത്യക്ഷപ്പെടുന്ന കുഴപ്പങ്ങൾക്ക് കാരണം എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി. അപ്പം അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഇവിടെ കാണുന്നത് അല്ലാഹു തആല അതിനെക്കുറിച്ച് പറഞ്ഞത് ലഅല്ലഹും യർജിഊൻ. ചില പ്രകൃതി പ്രതിഭാസങ്ങളിൽ മനുഷ്യർ അതിലൂടെ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യൻ ആലോചിക്കാനും ചിന്തിക്കാനും അതിലൂടെ അവനൊരു മടക്കം സാധ്യമാകാനും വേണ്ടിയിട്ടാണ്. ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങി വന്നേക്കാം എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അപ്പോൾ മനുഷ്യരെ ഓർമ്മപ്പെടുത്തുകയാണ് ചില പ്രശ്നങ്ങളിലൂടെ, പ്രപഞ്ചത്തിൽ നാം കാണുന്ന ചില പ്രതിഭാസങ്ങളിലൂടെ മനുഷ്യനെ അല്ലാഹു തആല തിരിച്ചു വിളിക്കുകയാണ് എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്.
അത്തരം പ്രശ്നക്കാരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല എന്നതും ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വഇദാ തവല്ല സഹാ ഫിൽ അർദി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ൽ. ഹർസ് എന്ന് പറഞ്ഞത് കൃഷിയുമായി ബന്ധപ്പെട്ട, നസ്ൽ എന്ന് അല്ലാഹു തആല ഇവിടെ പറഞ്ഞത് ഇവിടെയുള്ള ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട. അപ്പോൾ ജീവജാലങ്ങൾ, ജൈവിക ലോകം, അതുപോലെ നസ്ൽ, ജന്തുലോകം, അതിലൊക്കെ ഇടപെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അന്യായമായ കൈകടത്തലുകൾ നടത്തി അതിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നത് അല്ലാഹു തആല തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അപ്പോൾ ഇത്രത്തോളം ഈ ഒരു വിഷയത്തിൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമൊക്കെ കടന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അതിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ചുറ്റുപാടിനോട്, പരിസ്ഥിതിയോട് അവന് ചില സമീപനങ്ങൾ ക്രിയാത്മകമായി ഉണ്ടാവണമെന്നുള്ള ആവശ്യങ്ങളും ഉണർത്തലുകളുമാണ് അല്ലാഹു തആല നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും, ഈ ചുറ്റുപാടും നാം കാണുന്ന ഓരോന്നും, അതൊക്കെ നമ്മെപ്പോലെ ചില സമൂഹങ്ങളാണ്. അവർക്ക് അവരുടേതായ ചില ദൗത്യങ്ങളുണ്ട്. അതിനുവേണ്ടി അല്ലാഹു തആല സൃഷ്ടിച്ചതാണ് എന്നൊക്കെ ഖുർആൻ ഓർമ്മപ്പെടുത്തി. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് വലാ ത്വഇരിൻ യതീറു ബിജനാഹൈഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. ഇവിടെ നിങ്ങൾ കാണുന്ന ഓരോ ജീവികളും മൃഗങ്ങളും ഇതെല്ലാം രണ്ട് ചിറകുകളിൽ പറക്കുന്ന പക്ഷികൾ. അല്ലാഹു തആല പറഞ്ഞു, ഇല്ലാ ഉമമുൻ അംസാലുക്കും, അവർക്ക് നിങ്ങളെപ്പോലെയുള്ള ഉമ്മത്തുകളാണ്. മനുഷ്യനിവിടെ സമൂഹമായിട്ട് ജീവിക്കുന്നത് പോലെ സാമൂഹ്യ ജീവിയായി ജീവിക്കുന്ന കാര്യങ്ങളാണ് ഇവരൊക്കെ. ഇവിടെയുള്ള മൃഗങ്ങളും പക്ഷികളും അവരൊക്കെ ഓരോ സമൂഹങ്ങളാണ്. അതിലൊന്നും അന്യായമായിട്ട് ഇടപെടാനും അവനവന് അനുവദിക്കപ്പെട്ടതിനപ്പുറം അത്തരം കാര്യങ്ങളിലൊക്കെ കൈകടത്തുവാനും മനുഷ്യർക്ക് പാടില്ല എന്നതുകൂടി ഇതിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു പ്രവാചകന്റെ കഥ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നുണ്ട്. സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖറസത് നംലത്തുൻ നബിയ്യം മിനൽ അംബിയ, മുൻകാലത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനെ ഒരു ഉറുമ്പ് കടിച്ചു. ഉറുമ്പ് കടിച്ച് കാലിൽ വേദനയൊക്കെ എടുത്തപ്പോൾ ഈ പ്രവാചകൻ ചെയ്തെന്താണെന്നറിയോ? ഫഅമറ ബിഖറിയത്തിൻ നംലി ഫഉഹ്രിഖത്. ആ ഉറുമ്പ് വസിച്ചിരുന്ന അതിൻ്റെ കൂട്, ആ കൂട്ടിൽ തീയിട്ടിട്ട് ആ ഉറുമ്പുകളെ മൊത്തം നശിപ്പിക്കാൻ ആ പ്രവാചകൻ ആളുകളോട് പറയുകയും ആളുകൾ അങ്ങനെ ചെയ്യുകയും ചെയ്തു. ഉറുമ്പൻ കൂട് മൊത്തം നശിപ്പിച്ച സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, ഫഅവഹല്ലാഹു ഇലൈഹി, അതിന് നിർദ്ദേശം കൊടുത്ത ആ പ്രവാചകൻ അല്ലാഹു തആല ബോധനം നൽകി എന്ന വഹയ് നൽകി. അൻ ഖറസത്ക നംലത്തുൻ അഹറഖത ഉമ്മതൻ മിനൽ ഉമമി തുസബ്ബിഹ്, അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉറുമ്പ് സമൂഹത്തെ, അല്ലാഹുവിനെ വാഴ്ത്തുന്ന ആ ഒരു സമൂഹത്തെ മൊത്തം താങ്കൾ നശിപ്പിച്ച് കളഞ്ഞോ, കരിച്ചു കളഞ്ഞോ എന്ന് ആക്ഷേപമായി ഉണർത്തുന്ന ചോദ്യം അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഉറുമ്പാണെങ്കിലും മറ്റ് ഏതൊരു ജീവജാലങ്ങളാണ് എങ്കിലും ഒന്നിനെയും തന്നെ ഉപദ്രവിച്ചതിനെ, തനിക്കൊരു പ്രയാസമുണ്ടാക്കുന്നതിനെ ഒരുപക്ഷെ അതിനെ നശിപ്പിക്കാം. അതിനപ്പുറം ആ ഒരു സമൂഹത്തെ മൊത്തത്തിൽ, അതല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കൂട് മൊത്തം, ഒരു കുടുംബം മൊത്തം നശിപ്പിച്ച് കളയുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ പേരിൽ ആ പ്രവാചകനെ അല്ലാഹു തആല കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി തരികയാണ്. ലോകത്ത് വരുമ്പോൾ ചില ജീവജാലങ്ങളൊക്കെ പറയുമെന്നാണ്, മൻ ഖതല ഉസ്ഫൂറൻ അബസൻ, ഒരാവശ്യവുമില്ലാതെ കൊല്ലപ്പെട്ട ഒരു കുരുവി അത് അല്ലാഹുവിൻ്റെ അടുത്ത് പരാതി ഉന്നയിക്കുന്നുണ്ട്. യാ റബ്ബി ഇന്ന ഫുലാനൻ ഖതലനി അബസൻ വലം യഖ്തുലനി ലിമൻഫഅത്തിൻ, എന്നെ ഒരാൾ വെറുതെ കൊന്നു കളഞ്ഞു, ഒരു മൻഫഅത്തുമില്ലാതെ. മൻഫഅത്ത് എന്ന് പറഞ്ഞാൽ ഉപകാരം, പ്രയോജനം. അയാൾക്ക് എന്തെങ്കിലും അതുകൊണ്ടൊരു നേട്ടമുണ്ട് എങ്കിൽ
അതിൽ ചില ഇളവുകളൊക്കെ ഉണ്ട്. ഇതൊന്നുമില്ലാതെ, എന്നെ ഒരു ഉപകാരവുമില്ലാതെ വെറുതെ കൊന്നുകളഞ്ഞു പടച്ചവനെ എന്ന് പരാതി പറയുന്ന കുരുവിയെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അല്ലാഹു തആല ചില ഇടപെടലുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് ജീവികളുടെ കാര്യത്തിൽ, ഈ പ്രപഞ്ചത്തിലെ പല സംവിധാനങ്ങളുടെയും കാര്യത്തിലൊക്കെ. പക്ഷെ അതിനൊക്കെ ചില പരിധികൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഈ ഹദീസുകൾ ഓരോന്നും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പരിസ്ഥിതിയെ സംബന്ധിച്ച് വലിയ വ്യാകുലതകൾ ചർച്ച ചെയ്യപ്പെടുന്ന, പരിസ്ഥിതി ഭീഷണിയെ സംബന്ധിച്ച് വലിയ സിംബോസിയങ്ങളും സെമിനാറുകളും ഒക്കെ നടത്തപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ഈ വിഷയത്തിലുള്ള അധ്യാപനങ്ങൾ അതിൽ വിശ്വാസികൾക്കും പൊതുസമൂഹത്തിനുമൊക്കെ വലിയ ഗുണപാഠങ്ങൾ ഉണ്ട് എന്നത്, ഉൾക്കാഴ്ച നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എത്രത്തോളം എന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫീ കുല്ലി കബദിൻ റത്ബത്തിൻ അജ്ർ. ഏതൊരു ആത്മാവുള്ള, പച്ചക്കരളുള്ള എന്നാണ് പറഞ്ഞത്, എന്ന് പറഞ്ഞാൽ ജീവനുള്ള, ആത്മാവുള്ള ഏതൊരു ജീവിയുടെ കാര്യത്തിലും വിശ്വാസികൾക്ക് പുണ്യമുണ്ട് എന്നാണ് പറഞ്ഞത്. അതിന് ചെയ്തു കൊടുക്കുന്ന നന്മയിൽ അതിൽ പുണ്യമുണ്ട് എന്നതാണ്. ഈ തിരുവചനം മനുഷ്യനെയും പ്രകൃതിയെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന, പാരിസ്ഥിതികമായ സൗഹൃദത്തെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും സുപ്രധാനമായൊരു വചനമാണ്. എല്ലാ പച്ചക്കറിലുള്ളതിലും പുണ്യമുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ജീവികളാണെങ്കിലും സസ്യങ്ങളാണെങ്കിലും അതിനോടൊക്കെ ഒരു വിശ്വാസി പുലർത്തുന്ന നല്ല സമീപനങ്ങളിൽ നന്മയും പുണ്യവും പ്രതീക്ഷിക്കാം. അത് പരലോകത്ത് കൂലിയുള്ളതാണ് എന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. പ്രകൃതിയിലെ ഓരോ വിഭവങ്ങളും അതിനോടൊക്കെ ഒരു വിശ്വാസിക്ക് കൃത്യമായ കരുതലുകൾ വേണം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അമൂല്യമായ വിഭവങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് കാണേണ്ടതാണ് വെള്ളം എന്ന് പറയുന്നത്. ആ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും കേട്ടതാണ്, നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്, വെള്ളം ഉപയോഗിക്കുന്ന വിഷയത്തിൽ, വെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ആ വെള്ളം സൂക്ഷിക്കപ്പെടുന്ന സ്രോതസ്സുകൾ, ജലത്തിൻ്റെ സ്രോതസ്സുകളിൽ പോലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ മര്യാദകൾ പാലിക്കാനുണ്ട് എന്നുള്ളത്. കിണറുകളാണെങ്കിലും കുളമാണെങ്കിലും പുഴയാണെങ്കിലും തോടാണ് എങ്കിലും അതിലൊക്കെ ചില പ്രത്യേകമായ കരുതലുകൾ വേണമെന്നുള്ളത്, അതിലൊക്കെ മലിനമാകുന്നൊരവസ്ഥയിൽ ഇടപെടുന്ന അതിനെ ഗൗരവമായിട്ടാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സൂചിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ചിന്ത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേണമെന്നുള്ളതാണ്. പലപ്പോഴും പ്രകൃതി ദിനവുമായി ബന്ധപ്പെട്ട്, പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആകെ കാണുന്നൊരു കാര്യം ഒരു മരത്തൈ നട്ടുവയ്ക്കുക എന്നുള്ളതാണ്. പഞ്ചായത്ത് തലത്തിലും അതുപോലെ ഗവൺമെൻറ് സംവിധാനങ്ങളിലും സ്കൂളുകളിലുമൊക്കെ നമ്മൾ കാണുന്നത് വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുക എന്നതാണ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് അതുമാത്രമല്ല, അതതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതിനും പുണ്യമുണ്ട്. അത്രത്തോളം എന്നാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, മാ മിൻ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യൻ യഗ്രിസു ഗർസൻ, ഒരു ചെടി നട്ടുവച്ചാൽ, ഒരു ഫലവൃക്ഷത്തിൻ്റെ തൈ വെട്ടുപിടിപ്പിച്ചാൽ, ഒരു സാധാരണഗതിയിലുള്ള വൃക്ഷത്തൈ നട്ടുവച്ചാൽ, അതല്ലെങ്കിൽ അവരൊരു കൃഷി നടത്തി, വലിയ തോട്ടം വേണമെന്നൊന്നുമില്ല, നമ്മുടെയൊക്കെ വീട്ടിൽ വയ്ക്കാവുന്ന ഒരു ഗ്രോ ബാഗ് വയ്ക്കാൻ സ്ഥലമുണ്ടെങ്കിൽ അതിൽ മുളക് ചെടി, അതല്ലെങ്കിൽ ഒരു തക്കാളിത്തൈ നട്ടുവെക്കുന്നത് മുതൽ ഒരു കൃഷിയിൽ ഏർപ്പെടുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫയഅകുലു മിൻഹു തൈറൻ, നാം നട്ടു വളർത്തിയ ആ മരത്തിൽ നിന്ന്, ചെടിയിൽ നിന്ന് ഒരു പക്ഷി അതിൻ്റെ പഴം കൊത്തിക്കൊണ്ടു പോകുന്നുണ്ട് എങ്കിൽ, ആ ഫലത്തിൽ മറ്റുള്ളവർ കൊണ്ടുപോകുന്നുണ്ട്, ഔ ബഹീമത്തുൻ, ഏതെങ്കിലും മൃഗം അതിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ, ഔ ഇൻസാൻ, അതല്ലെങ്കിൽ നമ്മൾ നട്ടു വളർത്തിയ നമ്മുടെ മുറ്റത്തിൻ്റെ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന റംബുട്ടാനാവട്ടെ, അതൊരു പുളിമരമാവട്ടെ, എന്തും, അതിലൂടെ പോകുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ ആ പഴം താഴെ വീട് കിടക്കുന്നത് കണ്ട ഒരാളതെടുത്ത് കഴിക്കുന്നുണ്ട് എങ്കിൽ,
സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇല്ലാ കാന ലഹു ബിഹി സദഖ. അങ്ങനെ പോകുന്നത് ഓരോന്നും ഒരു സ്വതക്കയുടെ സ്ഥാനത്താണ് എന്നാണ്. അതൊരു ദാനധർമ്മമാണ്. ഒരു സ്വതക്കയ്ക്ക് അതിന് പുണ്യമുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഓരോന്നും ഇങ്ങനെ ഓരോരുത്തരിൽ നിന്ന് കൊണ്ടുപോകുന്നതും അതൊക്കെ പാരത്രിക ലോകത്ത് ദാനധർമ്മത്തിൻ്റെ ലിസ്റ്റിലുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കൃഷിയെ വളരെ വിശാലമായിട്ട് കണ്ടതാണ് ഇസ്ലാം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ കൃഷിയിൽ ഏർപ്പെടുക എന്നുള്ളത് ഏറ്റവും മഹത്തായ പുണ്യപ്രവർത്തനമായിട്ട് പഠിപ്പിച്ചതാണ്. ഒരു കർഷകന്റെ കൈ പിടിച്ചിട്ടാണ് അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു മനുഷ്യൻ അധ്വാനിച്ച് സമ്പാദിച്ച് കഴിക്കുന്ന ഭക്ഷണം അതിലേറ്റവും നല്ലത് കൃഷിയിലൂടെ അധ്വാനത്തിലൂടെ ഉണ്ടാകുന്നതാണ് എന്നതാണ്. അത്രത്തോളം മഹത്വമേറിയതാണ് കൃഷി ഇടത്തിൻ്റെ കൃഷി സ്ഥലത്തിൻ്റെ കാര്യത്തിൽ പോലും ഇസ്ലാം മുന്നോട്ട് വച്ച കാഴ്ചപ്പാടുകളെ കുറിച്ച് അല്ലേ അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാൾ കൃഷിസ്ഥലത്തെ വെറുതെ ഇടാൻ പാടില്ല. ഇസ്ലാമിക ഭരണകൂടമുള്ള ഒരു പ്രദേശത്ത് ഒരു കൃഷിസ്ഥലം വെറുതെ ഇടാൻ അനുവദിക്കപ്പെട്ടത് 4 വർഷം മാത്രമാണ്. എൻ്റെ ഉടമസ്ഥതയിലുള്ള കൃഷിസ്ഥലത്ത് ഞാൻ കൃഷി നടത്താതെ, അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൃഷിക്ക് വേണ്ടി വിട്ടുകൊടുക്കാതെ 4 വർഷത്തിനപ്പുറം ആ കൃഷിഭൂമിയെ തരിശായിട്ട് ഇടുന്നത് കണ്ടാൽ ഭരണകൂടത്തിന് ഇടപെടാൻ ഇസ്ലാം അനുമതി നൽകിയിട്ടുണ്ട്. അതാ അയാളിൽ നിന്നത് പിടിച്ചെടുത്ത് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് വിട്ടുകൊടുക്കണമെന്ന് പഠിപ്പിച്ച ദർശനത്തിൻ്റെ വക്താക്കളാണ് നമ്മൾ. കൃഷിഭൂമിയുടെ കാര്യത്തിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളുണ്ട്. ആ രൂപത്തിൽ എത്രയോ കാര്യങ്ങൾ. ലോകാവസാനം വന്നു എന്ന് സങ്കല്പിക്കുക. ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ ഒന്നൊന്നായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദജ്ജാല് വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ദജ്ജാല് വന്നു എന്ന് കേട്ടാൽ പോലും നിങ്ങൾ കൃഷിയിടത്തിലാണെങ്കിൽ, ഒരു ചെടി നടുകയാണെങ്കിൽ അത് പൂർത്തീകരിക്കണം. കാരണം എന്താ? ദജ്ജാല് വന്നിട്ട് പോയാൽ പോലും, ദജ്ജാലിൻ്റെ കാലം കഴിഞ്ഞാൽ പോലും പിന്നെയും കുറച്ച് കാലം കൂടി ഇവിടെ മനുഷ്യർക്ക് ജീവിക്കണ്ടേ എന്നാണ് അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത്. എത്രത്തോളം ആ വിഷയത്തിൽ കടന്ന് ചിന്തിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിൻ റസൂൽ പറഞ്ഞു, ഇദാ ഖാമത്തിസ് സാഅ, അന്ത്യദിനം ഇങ്ങെത്തി എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു, വബിയദി അഹദികും ഫസീല, നിങ്ങളുടെ ഒരാളുടെ കയ്യിൽ ഒരു ചെടി ഇങ്ങനെ നടാൻ വേണ്ടി, അതിനുവേണ്ടി കുഴി കുടിക്കാനുള്ള കൈക്കോട്ടുമെടുത്ത് വളമിടാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി നിൽക്കുമ്പോഴാണ് അന്ത്യനാളുകൾ എത്തി എന്ന് മനസ്സിലായത്. അല്ലാഹുവിൻ റസൂൽ പറഞ്ഞു, അവിടെ വച്ചിട്ട് പോവാനല്ല പറഞ്ഞത്, അന്ത്യനാളെത്തിയാൽ പോലും ആ ചെടി നടാൻ ഒരു അവസരം ബാക്കിയുണ്ടെങ്കിൽ അത് നട്ടിട്ട് പോകട്ടെ എന്നാണ്. ഇതിനേക്കാൾ വലിയ പരിസ്ഥിതി ദിന സന്ദേശം ഈ ലോകത്തിന് കൊടുക്കാൻ ഏതൊരാദർശത്തിനാ പറ്റുക? എത്രയോ ഹദീസുകൾ കൃഷിയുമായി ബന്ധപ്പെട്ട, കൃഷിസ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട, കർഷകരുമായി ബന്ധപ്പെട്ട ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഹദീസുകളിലൂടെ കടന്നു പോകും. എത്ര പ്രാധാന്യം ആ ഒരു വിഷയത്തിൽ ഇസ്ലാം നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇത് കേവലം ഒരു ഭൗതിക പ്രവർത്തനമല്ല. കൃഷി എന്ന് പറയുന്നത് കൃഷിസ്ഥലവുമായി ബന്ധപ്പെട്ടത് അല്ല. പലപ്പോഴും മനുഷ്യന്മാർ അങ്ങനെയാണ് കണ്ടത്, ഇതിവിടെ ജീവിക്കാൻ, പാടത്ത് കൃഷി നടക്കണം, വിളവിറക്കണം. എന്തിനാണ്? അതിലൂടെ നെല്ല് വരണം, അരി വരണം, ഭക്ഷണം കഴിക്കാൻ ചോറ് കിട്ടണം. ഇങ്ങനെയൊക്കെ ഒരു ദുനിയാവിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഈ കൃഷിയെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുള്ളത്. ഇസ്ലാം ഇതിനെയൊക്കെ ചേർത്ത് വച്ചത് ഇതിൻ്റെയൊക്കെ ഒരു ഈമാനികമായ വശമുണ്ട്. ഇസ്ലാമുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. പരിസ്ഥിതിയെ ഇസ്ലാം ബന്ധിപ്പിച്ച് നിർത്തിയത് ഇസ്ലാമിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. എത്രത്തോളം എന്നാൽ മനുഷ്യർ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് അല്ലാഹു തആല പ്രതിഫലം എണ്ണിയെടുത്ത് ഖുർആനിൽ കാണാം. ഒരു നെൽമണിയിൽ നിന്ന് ഉയർന്നു വന്ന നെൽക്കതിരിൽ ഉണ്ടായിക്കിടക്കുന്ന 100 കണക്കിന് നെന്മണികൾ. അതുപോലെയാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു നന്മയിൽ നിന്നും അല്ലാഹു തആല പുണ്യം നൽകുന്നത് എന്ന് പഠിപ്പിച്ച ഖുർആനിക ഉദാഹരണം നമുക്ക് മുമ്പിലുണ്ട്.
ഇങ്ങനെ ഈ രൂപത്തിൽ ഏതെല്ലാം വശങ്ങളിലൂടെ ഈ ഒരു വിഷയത്തെ സമീപിക്കാൻ സാധിക്കുമോ ആ രൂപത്തിലെല്ലാം അല്ലാഹു തആല ഈ വിഷയത്തെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നിർജീവമായി കിടക്കുന്ന ഭൂമിയെ ജീവനുള്ളതാക്കി മാറ്റിയാൽ, നമ്മൾ കാണാറുണ്ട് പല പഞ്ചായത്തുകളൊക്കെ ആ പ്രദേശത്ത് കൃഷിസ്ഥലം വെറുതെ കിടക്കുന്നുണ്ട് എങ്കിൽ അതിനെ ജീവസുറ്റതാക്കി മാറ്റുകയാണ്. നാട്ടുകാരുടെ സഹകരണത്തോട് കൂടിയിട്ടൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മൻ അഹ്യാ അർളൻ മൈതതൻ ഫലഹു ഫീഹാ അജ്ർ. നിർജീവമായി കിടക്കുന്ന ഒരു കൃഷിസ്ഥലത്തെ ആരെങ്കിലും ജീവസുറ്റുള്ളതാക്കി മാറ്റിയാൽ, അതിൽ കൃഷി ഇറക്കിയാൽ അതിലവന് വലിയൊരു പ്രതിഫലമുണ്ട്. വമാ അകലത്തിൽ അഫാഫി മിൻഹാ ഫഹുവ ലഹു സദഖ. ആദ്യം പറഞ്ഞ ഹദീസിന്റെ മറ്റൊരു ഹദീസാണിത്. അതിലൂടെ ആ കൃഷിയിടത്തിൽ നിന്നും ഏതൊക്കെ രൂപത്തിൽ അതിൻ്റെ വിളകൾ നഷ്ടപ്പെട്ടു പോകുന്നുവോ, പക്ഷികളായിട്ട്, മൃഗങ്ങളായിട്ട്, മനുഷ്യരായിട്ട്, കള്ളന്മാരായിട്ട് പോലും അതിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുപോയാൽ അതിനൊക്കെ ഇതിന് മുൻകൈയെടുത്ത ആളുകൾക്ക് ദാനധർമ്മത്തിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു പരിസ്ഥിതി ദിനം എന്നുള്ളത് ജൂൺ 5 എന്നുള്ളത് അങ്ങനെ ദിനം കണക്ക് കൂട്ടി ചിന്തിക്കേണ്ട ഒരു വിഷയമല്ല. ഇത് ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ നൈരന്തര്യ മേഖലയിൽ ഉണ്ടാവേണ്ട കാര്യമായി വിശ്വാസത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ഒക്കെ പൂർണ്ണതയുടെ അടയാളമായിട്ട് പഠിപ്പിക്കപ്പെട്ട വിഷയമാണ് കൃഷിയും മരം നടലും പ്രകൃതിയോടുള്ള, പരിസ്ഥിതിയോടുള്ള കടമയും കടപ്പാടുമൊക്കെ. ആ രൂപത്തിലാണ് നമ്മളിത് ചിന്തിക്കേണ്ടത്. ഇതിന് പരലോകത്തേക്ക് ബന്ധമുണ്ട്, ഈ ലോകത്ത് തീരുന്നതല്ല. വളരെ കൃത്യമായി അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇത് പരലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയമാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ അന്യായമായി ഇടപെടുന്നവർ, അവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അത് ഫസാദാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആർത്തിയും ദുരയുമൊക്കെ ഭൗതിക വിഭവങ്ങളെ നശിപ്പിച്ച് കളയുന്നിടത്തേക്ക്, നമുക്ക് അർഹതപ്പെട്ടതിനപ്പുറത്തേക്ക് നമ്മൾ ആ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട് എങ്കിൽ അത് പരലോകത്ത് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്ന വിഷയമാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടതാണ്. പ്രകൃതി വിഭവങ്ങൾ എന്ന് പറഞ്ഞത് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളാണ്. അനുഗ്രഹങ്ങളെ എങ്ങനെ സമീപിക്കണമെന്ന് വളരെ കൃത്യമായി ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ അതിര് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ അതിരുകൾക്കപ്പുറത്തേക്ക് ഫലാ തഅതദൂഹാ, അല്ലാഹു വരച്ച അതിർവരമ്പുകൾക്കപ്പുറം കടക്കരുത്. ആ കടക്കുന്നവൻ അക്രമിയാണ് എന്നും അതിലൂടെ അവൻ ശിക്ഷിക്കപ്പെടുമെന്നും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ വിഷയത്തിൽ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരു കാര്യമാണ്. അതിലൂടെ പരലോക നഷ്ടം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള അതിജാഗ്രതയോടുകൂടി കാണേണ്ട വിഷയം. അതുകൊണ്ട് പ്രകൃതിയെയും പരിസ്ഥിതിയെയും ഒക്കെ നമ്മൾ അറിയേണ്ടതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ബന്ധപ്പെട്ട് ജീവിച്ചയാളാണ്. നമ്മൾ നമ്മുടേതായ വ്യക്തി ജീവിതത്തിലേക്ക് ഒതുങ്ങി ചുറ്റുപാടുമായി ഒരു ബന്ധവുമില്ലാതെ അങ്ങനെയൊന്നുമല്ല വിശ്വാസി സമൂഹത്തെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. പുറത്തേക്കിറങ്ങി പരിസ്ഥിതി അറിയുന്ന, അതിനെക്കുറിച്ച് ബോധ്യമുള്ള, ആ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എനിക്കെന്താണ് ഇതിൽ പങ്കാളിത്തമുള്ളത് എന്നൊക്കെ തിരിച്ചറിയുകയും ചിന്തിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ആളുകളെയാണ് വിശ്വാസികളായിട്ടുള്ള റസൂൽ പഠിപ്പിച്ചത്. അങ്ങനെയായിരുന്നു സ്വഹാബികൾ. സ്വഹാബികളുടെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കറിയാം, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ കോടീശ്വരന്മാരായി ചരിത്രത്തിൽ അറിയപ്പെടുന്നവരാണ്. വലിയ വലിയ വരുമാനമുള്ളവർ, ബിസിനസ് ഉള്ളവർ എല്ലാം ഉണ്ട്. പക്ഷേ സഹാബത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ അധികവും കണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ കൃഷിത്തോട്ടത്തിലായിരുന്നു എന്ന്. സഹാബത്ത് ചോദിച്ചു അദ്ദേഹത്തിനോട്, എന്തിനാണ് ഒരുപാട് വരുമാനമുണ്ടായിട്ടും ഈ കൃഷിത്തടത്തിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നതിനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ഒരു പുണ്യപ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഒരു മഹത്വമുള്ള പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് മരണപ്പെട്ടു പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രത്തോളം സ്വഹാബത്ത് കൃഷിയെയും കൃഷിത്തോട്ടങ്ങളെയും ഈ പറഞ്ഞ പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങളെയുമൊക്കെ കണ്ടറിഞ്ഞ് ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ അതാണ് നമുക്കുള്ള മാതൃക. ആ വിഷയത്തിൽ നമ്മൾ ഇനിയും കുറെ മുന്നോട്ട് പോകാനുണ്ട്. നമ്മളൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരുപാട് ചെടികൾ, ചട്ടികൾ നല്ല പൈസ കൊടുത്തിട്ടാണ്. നല്ല നല്ല കാണാൻ കൗതുകമുള്ള ചെടികൾ കിട്ടണമെങ്കിൽ
നല്ല പൈസ കൊടുക്കണം. പക്ഷെ ആ ഇടയിലൊന്നും ഈ പറഞ്ഞ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു മുളക് കിട്ടാൻ, ഒരു തക്കാളി കിട്ടാൻ, അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല ഇതുവരെ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസുകളിലൂടെ കടന്നുപോയവരാണ് നമ്മൾ. എന്നിട്ടും നമ്മുടെ മുറ്റത്ത് ഒരു ഗ്രോ ബാഗ് വെക്കാനുള്ള സ്ഥലം നമ്മൾ കണ്ടെത്തിയിട്ടില്ല ഇതുവരെ. 5 രൂപ കൊടുത്താൽ അല്ല, അത്രയും വേണ്ട. കൃഷിഭവനിലൊക്കെ പോയിട്ട് വളരെ ചില്ലറ പൈസയ്ക്ക് നമുക്ക് കിട്ടുന്ന തൈകൾ അതൊക്കെ ഒന്ന് കൊണ്ടുവന്ന് വച്ച് പരിചരിച്ച് വെള്ളമൊഴിച്ച് അതൊക്കെ ദൈനംദിനം നമുക്ക് പുണ്യം കിട്ടുന്ന പണിയാണ്. നമുക്ക് കിട്ടുന്ന സമയത്തിൻ്റെ ഒരു ഭാഗം അതിലേക്ക് ആ രൂപത്തിലൊക്കെ മാറ്റിവെക്കാൻ അവസരവും സമയമുള്ളവർ കൃത്യമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ ദീനിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗം കൂടിയാണത്. അങ്ങനെ ചിന്തിക്കേണ്ടവരാണ് നമ്മൾ. അത്തരം ചില ചിന്തകൾക്ക് ഈ ഒരു ദിവസം വഴിയൊരുക്കണമെന്നതാണ് സന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരങ്ങൾ, അല്ലാഹുവിൻ്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നൊരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, 7 കാര്യങ്ങൾ തജ്രീ ലിൽ അബ്ദി ബഅദ മൗതിഹി, അവൻ്റെ മരണശേഷം ഈ 7 കാര്യങ്ങളിലൂടെ തജ്രീ എന്ന് പറഞ്ഞാൽ ഒഴുകി വരുമെന്നാണ്. വെള്ളം ഒഴുകിപ്പോകുന്നതിനാണ് ശരിക്കും തജ്രീ എന്നൊക്കെ പറയുക. എന്നതുപോലെ വഹുവ ഫീ ഖബ്രിഹി, ഒരാൾ തൻ്റെ ഖബറിലായിരിക്കെ അതിലേക്ക് പ്രതിഫലങ്ങൾ ഒഴുകി വരാൻ സാധ്യതയുള്ള, വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 7 കാര്യങ്ങൾ. മൻ അല്ലമ ഇൽമൻ, ഒരാളൊരു അറിവ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അതിലൊന്ന്. മറ്റൊരാൾക്ക് അയാൾക്കറിയാത്തൊരു വിഷയം, അത് ദീനോ ദുനിയാവോ എന്നൊന്നുമില്ല, ഏത് കാര്യമാണെങ്കിലും ഒരാൾക്കറിയാത്തൊരു കാര്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അതിനൊക്കെ വലിയ മടിയുള്ള ആളുകളാണ് പലപ്പോഴും നമ്മൾ. നമുക്ക് കിട്ടിയൊരു കാര്യം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപക്ഷെ നമ്മൾ വലിയ ഫീസൊക്കെ കൊടുത്തിട്ടായിരിക്കും ആ അറിവ് നേടിയിട്ടുണ്ടാവുക. ഒരാൾ നമ്മളോട് ചോദിച്ചാൽ പോലും ഞാനിത് കഷ്ടപ്പെട്ട് നേടി, അതുകൊണ്ട് അവനും കഷ്ടപ്പെടട്ടെ എന്ന് ചിന്തിക്കുന്ന ലോകത്ത് അല്ലാഹു റസൂൽ പറഞ്ഞു, നമുക്ക് അറിയാവുന്നൊരു വിഷയം അത് മറ്റൊരാൾക്കറിയില്ല എങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നത് അവൻ്റെ ഖബറിലേക്ക് പ്രതിഫലത്തെ ഒഴുക്കിക്കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളിലൊന്ന് എന്നതാണ്. രണ്ടാമത് പറഞ്ഞത് ഔ അജ്റാ നഹ്റൻ, വെള്ളത്തിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക, ഒരു പുഴ ഒഴുക്കി കൊടുക്കുക എന്നുള്ളതാണ് റസൂൽ പറഞ്ഞത്. ഒരു പുഴ ഒഴുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും ഒരു കിണർ ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും. അത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അവിടെയൊക്കെ പ്രവർത്തിക്കുക, അത് ഖബറിലേക്ക് പുണ്യങ്ങൾ ഒഴുകിയെത്തുന്ന പണിയാണ്. അതുപോലെ നഹ്ലൻ, ഒരു ചെടി നട്ടുവെക്കുക. നഹൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പരിചയമുള്ളത് ഈത്തപ്പനയാണ്. അധികവും ഈത്തപ്പന നട്ടുവെക്കുക എന്നാണ് പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ച് മാവാണെങ്കിലും പ്ലാവാണെങ്കിലും നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോയാലും ഇവിടെ നിൽക്കുന്ന മരങ്ങൾ മറ്റുള്ളവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന രൂപത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ അത് ഖബറിലേക്ക് പ്രതിഫലത്തെ കൊണ്ടുവരുമെന്നുള്ളതാണ്. ഔബന മസ്ജിദൻ, അതല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മിക്കുന്നതിൽ വ്യാപൃതനാവുക, ഒരു പള്ളി നിർമ്മിക്കുന്നതിൽ പങ്കാളിയാവുക, അത് നൈരന്തര്യ പ്രതിഫലമുള്ള കാര്യമാണ്. അതുപോലെ ഔ വറസ മുസ്ഹഫൻ, ആളുകൾക്ക് ഓതാൻ വേണ്ടി മുസ്ഹഫുകൾ വെച്ച് കൊടുക്കുക. പള്ളിയിലോ അതുപോലുള്ള സംവിധാനങ്ങളിലൊക്കെ ഖുർആൻ നമ്മൾ കാണുന്നു, നമ്മൾ നിരന്തരം എടുത്ത് ഓതുന്നു. ആരോ ഹദിയ ചെയ്ത ഖുർആനാണ് ഇരിക്കുന്നതൊക്കെ. എത്രയോ പുണ്യങ്ങൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ ഖബറിലാവാം, ജീവിച്ചിരിക്കുന്നവരാവാം, ആരുമാവട്ടെ. അല്ലാഹു റസൂൽ പറഞ്ഞു, അത് പുണ്യത്തെ ഒഴുക്കിക്കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ ഔ തറക വലദൻ സ്വാലിഹൻ യസ്തഗ്ഫിറു ലഹു, നല്ലൊരു സന്താനത്തെ ബാക്കിയാക്കുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്ന, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമ്മുടെ കാര്യത്തിൽ ആകുലതയുള്ള മക്കൾ, നമ്മൾ മരണപ്പെട്ടാലും
അവരിലൂടെ നമുക്ക് പ്രതിഫലമുണ്ടാകും എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നതോടുകൂടി തീർന്നു പോകാത്ത നന്മകൾ, നമ്മൾ പോയാലും ഇവിടെ ബാക്കി നിൽക്കുന്ന, നമ്മൾ കാണുന്ന ഒരുപാട് വെയിറ്റിംഗ് ഷെഡുകൾ, അതുപോലെയുള്ള പല ബിൽഡിങ്ങുകൾ, പല പൊതു സംവിധാനങ്ങൾ പലരുടെയും പേരിൽ ആ പ്രവർത്തനങ്ങളൊക്കെ ഇഖ്ലാസോട് കൂടിയുള്ളതാണെങ്കിൽ അതൊക്കെ നിരന്തര പുണ്യമുള്ള കാര്യമാണ്. അത്തരം നന്മകളെ ബാക്കിയാക്കുക എന്നല്ലാഹു റസൂൽ പഠിപ്പിച്ചത്. ആ പ്രവർത്തനങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാരത്രിക ലോകത്തേക്ക്, അവരുടെ ഖബർ ജീവിതത്തിലേക്ക്, ആ ഒരു ഇരുട്ടിലേക്ക് വെളിച്ചമായി കടന്നു വരുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്, നമ്മൾ ഈ ചെയ്ത പ്രവർത്തനം, ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങളിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നാം ആത്മാർത്ഥമായിട്ട് പരിശോധിക്കുക. ഇല്ലെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ച് ക്രിയാത്മകമായുള്ളൊരു ആലോചന അത് അത്യാവശ്യമാണ് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആല അത്തരം നന്മകളിലൊക്കെ വ്യാപൃതരാവാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകം ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ വരുന്ന ചൊവ്വാഴ്ച ഇശാ നമസ്കാരത്തിന് ശേഷം 8:30 അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ എന്ന വിഷയത്തിൽ മാസം തോറും നമ്മുടെ ഈ പള്ളിയിൽ നടക്കുന്നൊരു പഠന ക്ലാസ് ഉണ്ട്. ബഹുമാന്യനായ ഷമീർ മദീനിയാണത് നിർവഹിക്കുന്നത്. എല്ലാവരെയും അതിലേക്ക് കുടുംബസമേതം സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും സ്വാലിഹായ ഇഖ്ലാസുള്ള പ്രവർത്തനങ്ങളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് അവൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇരു ലോകത്തും വിജയപ്രദമായ ജീവിതം കാഴ്ചവെക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ധാരാളം ആളുകൾ രോഗങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും അല്ലാത്തവരും ഒക്കെയുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും പ്രയാസങ്ങളെ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അവർക്കും നമുക്കും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അരികിൽ സ്വർഗീയ ലോകത്തൊരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وآله وأصحابه أجمعين الحمد لله رب العالمين.